നിന്നോടല്ലേ പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാനേ. ആയിഷുണ്ടൂടെ അടുത്ത് എനിക്കത്ര ബുദ്ധിയില്ലേ? പിന്നെ വിളിക്കുന്നു. ഓക്കെ, അവൾക്ക് ഡൗട്ട് കിട്ടി. ഇല്ല, ഞാൻ ലവ് ആക്കുന്ന ഐ ലവ് യു ഓൾ ടൈം പാസ്. പോ കഴിഞ്ഞിട്ട് പോ, ഇവിടുന്ന് ഇരിക്കാം. ആ പോ, ആ പോ. ഹലോ ഗായ്സ്, വാട്സാപ്പ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ആപ്പാണ്. ഈ ആപ്പിനെ കുറിച്ച് പലർക്കും അറിയാം, എന്നാലും അറിയാത്ത ചിലർക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ക്യാഷ്കോർ ആപ്പ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതേപോലെ മിന്ത്ര, ഇതുപോലുള്ള കുറേ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ക്യാഷ് ബാക്ക് കിട്ടുന്നുള്ളൂ. അതിന് പകരമായി നമ്മൾ ഈ ക്യാഷ്കോർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഈ ക്യാഷ്കോർ ആപ്പിനകത്ത് തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതേപോലെ മിന്ത്ര ആപ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് ആമസോണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആമസോൺ ഇഷ്ടമാണെങ്കിൽ ആമസോണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അധികം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ക്യാഷ് ബാക്ക് നമ്മൾ ഡയറക്റ്റ് വാലറ്റിൽ പോയി ചേരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്ത ശേഷം അതിൽ കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും കൂടുതൽ ക്യാഷ് ബാക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. വ്ളോഗിലേക്ക് പോകാം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പ്രാങ്കാണ്. പ്രാങ്ക് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ ആയുഷിനെ പ്രാങ്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് വ്ളോഗ്സൊക്കെ എടുത്ത്, എന്നിട്ട് ഇപ്പോൾ ഈവനിങ് ആണ്, 4 മണിയാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ആയുഷ് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ അവളെ ഇങ്ങോട്ട് വിടും. അപ്പോൾ അതിന് മുമ്പ് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാമറയൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പ്രാങ്ക് ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ പ്രാങ്ക് ചെയ്തത് കൊണ്ട് അവർക്ക് എന്തായിട്ട് രണ്ടാമത്തെ പ്രാങ്ക് അറിയാനുള്ള സാധ്യതയുണ്ട്. സോ എത്രമാത്രം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. കംപ്ലീറ്റ്ലി അവോയ്ഡിങ് പ്രാങ്കാണ്. മീൻസ് എനിക്കൊരു കോൾ വരും, അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവും. എത്ര നേരം എന്തൊക്കെ ഇത്ര ലേറ്റ് എന്താ ഇഷ്യൂ? സോറി. എത്ര നേരം വെയിറ്റ് ആക്കുന്നത്? ഫുഡ് കഴിക്കാൻ പോയതല്ലേ? ഇവിടെ 1/2 മണിക്കൂറാണ് ഞാൻ വെയിറ്റ് ആക്കുന്നത്. അപ്പം നിനക്ക് ഒരിക്കൽ വേഗം വരാൻ കഴിഞ്ഞില്ലേ? ഞാൻ ഇവിടെ ഒറ്റക്കല്ലുള്ള ഫ്രണ്ട് ഉണ്ടായി, എന്നെ വിട്ടിട്ട് പോയി. ഇപ്പോൾ ആഡോ ഉണ്ടോ ഓൻ ഞാൻ വെയിറ്റ് ആയിക്കൊണ്ടുള്ളത്. നിനക്ക് ഒരേ തിങ്ക്, നിൻ്റെ ഫാമിലി നിൻ്റെ നാട്ടിലേക്കാണ് ഞാൻ വന്നത്. ആയിഷു നിൻ്റെ നാട്ടിലേക്ക് വന്നിട്ട് നിന്നെ ഞാൻ ചെല്ലിട്ട് കാര്യമില്ല, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നീ പറഞ്ഞത് മനസ്സിലാവല. നിനക്ക് അത്ര ബുദ്ധി ഉണ്ടെങ്കിലേ ഞാൻ ഇത്ര നേരം വെയിറ്റ് ആക്കുന്നതാ. എന്ത് പറഞ്ഞ ഒരു തമാശകളി നിനക്ക്. ഞാൻ ഇത്ര നേരം വെയിറ്റ് ആക്കുന്നു. കുറച്ച് സ്പീഡ് വന്നെങ്കിൽ തട്ടി. ഇപ്പം എനിക്ക് പോകണ്ടേ, നാട്ടിലേക്ക് പോകണ്ടേ? ഹലോ, ഞാനിപ്പോൾ ഈടെ ഉള്ളത് ആയുഷിൻ്റെ ഒപ്പം മീറ്റാക്കാം. നീ എന്നിപ്പോൾ വിളിക്കുന്ന എന്നെ പറഞ്ഞിട്ട് വിളിക്കണ്ട. നീ വിളിക്കണ്ട. അതല്ലേ ഫ്രണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസമില്ലേ? പിന്നെ ആയിഷിൻ്റെ അടുത്തുള്ള ഞാൻ പറഞ്ഞു എനിക്ക് ആയിഷിൻ്റെ മീറ്റ് ഉണ്ടോ? സോ ഒന്ന് മുണ്ടൻ കാല. നിന്നോടല്ലേ പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാനേ. ആയിഷുണ്ടൂടെ അടുത്ത് എനിക്കത്ര ബുദ്ധിയില്ലേ? പിന്നെ വിളിക്കുന്നു. ഓക്കെ, നിനക്ക് എന്താ ഇഷ്യൂ? ഇപ്പോൾ എന്നെ വിശ്വാസമില്ലേ? ട്രസ്റ്റ് ഇല്ലേ? പിന്നെ എൻ്റെ അടുത്തുണ്ടെങ്കിൽ മുണ്ടല്ലേ നിങ്ങൾക്ക് ഫ്രണ്ട്? ആ ഓക്കെ, എൻ്റെ അടുത്ത് മുണ്ടത് ഒരു പെണ്ണ് വിളിച്ചത്. അവൾ കുറേ നേരം ഡിസ്റ്റർബ് ആക്കുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് മുണ്ടൻ കാലാന്ന്. എൻ്റെ ഫ്രണ്ടിൽ മുണ്ട എന്താണ്? വേണ്ട, അത് ശരിയാവില്ല. ഹലോ, നിന്നോടല്ലേ പറഞ്ഞ് പിന്നെ വിളിക്കണ്ടാന്ന്. ഒരു പണി നോക്ക്. ഇങ്ങോട്ട് നോക്കുന്നോടെ. നിനക്കിപ്പോൾ ഇവിടെ പ്രാങ്ക് ആക്കുന്ന കാണുന്നത് എനിക്ക് ഓടെങ്കിൽ എന്ത് പ്രാങ്ക് ഞാൻ 24 hours പ്രാങ്ക് ആക്കുന്നതാ? പിന്നെ എന്താ ഇഷ്യൂ? എനിക്ക് എന്നെ ട്രസ്റ്റ് ഇല്ല. ഒന്നാമത് ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് തലവെടുക്കാൻ എനിക്ക് ഇവിടുത്തെ ഫുഡും ശരിയില്ല. ഒരാൾ ഭാഷ അറിയണ്ടേ? കന്നഡ എനിക്കറിയുന്ന, സംസാരിക്കാൻ അറിയുന്ന ഭാഷ എനിക്കറിയില്ലേ? കന്നഡ എനിക്കറിയുന്ന ഇല്ലല്ലേ? ഇവിടെ വന്നിട്ട് പെട്ട് ഞാൻ. എൻ്റെ ഒക്കെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ പോയി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒക്കെ പോയി. ഞാൻ ഇവിടെ പെട്ട്. ഞാൻ നിന്നെ വെയിറ്റ് ആയിക്കൊണ്ടുള്ളത്. നിങ്ങൾക്ക് അപ്പം എത്ര വേഗം ബന്ധം അറിയുന്നില്ലേ? അപ്പം അത്ര നിങ്ങൾക്ക് അറിയുന്നില്ല അപ്പം ഞാൻ എങ്ങനെ വെയിറ്റ് ആക്കുന്നത്? നിനക്ക് സോറി എന്ത് വേണ്ട. ഇതിനാ നിന്നിൽ എന്തിനാ ഞാൻ പറഞ്ഞതിനാ?
ഞാൻ ആയിഷൻ്റെ ഒക്കെ തുടർന്നല്ലേ പറഞ്ഞത്. ഓക്കെ, എനിക്കിന്ന് സംസാരിക്കാൻ കാലം നിൻ്റെ മനസ്സിലായോ നിനക്ക്? അറിഞ്ഞാ ഒക്കു ആ അതിന് അതുപോലെ ജസ്റ്റ് മീറ്റ് ആക്കാൻ വന്നത്. ജസ്റ്റ് മീറ്റ് ആക്കാൻ വന്ന് എത്ര ഇപ്പോൾ വിടുന്നതിന് ഞാൻ ഫോട്ടോ എന്തെടുത്തിട്ട് അവളൊക്കത്താ പിരാന്തിരിക്കണ്ട. ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല. ഫോട്ടോ എന്തിനാ എടുക്കണം? ഞാൻ എല്ലാവർക്കും അറിഞ്ഞിട്ടായില്ലേ, പബ്ലിസിറ്റി ആയിട്ടായില്ലേ? ഞാൻ പിന്നെ വിളിക്കുന്നത് എന്ത് നിങ്ങളുടെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ഫോട്ടോ എടുത്തെങ്കിൽ അയച്ചു തലപെടുക്കാക്കണ്ട. ഒന്നാമത് ഞാൻ വരുന്ന ഈ ടെൻഷനിലുണ്ടോ നിനക്കറിയുന്നില്ല ഐശു. എനിക്കൂടെ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ പോകും നാട്ടിലേക്ക്? നീ ചിരിക്കുന്ന ഐശു. അതിന് നിനക്കിപ്പോൾ ഞാൻ തമാശ ആക്കുന്ന പോലെ ഉണ്ടോ? നിനക്ക് ജോക്കാക്കുന്ന പോലെ ഉണ്ടോടാ? ആ നിനക്കിപ്പോൾ അത്ര അറിയുന്നില്ലേ? നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല. എനിക്ക് ക്യാമറ വെച്ച് ഞാൻ പ്രാങ്ക് ആക്കുന്ന ചിന്ത. എല്ലാം കണക്കാ. നായിനെ പോലെ അതിനെ മതി തട്ടി. ടെൻഷൻ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ട് പോവാ. നീ ചിരിക്കുന്ന ഐശു. അല്ല നിനക്ക് ചിരിക്കുന്നില്ല. ഞാൻ തമാശ ആക്കുന്ന വെച്ചിരുന്നു ഇവിടെ. എന്തായിട്ട് ഞാനിവിടെ വന്നിട്ട് 1 മണിക്കൂറാണ് നിന്നെ വെയിറ്റ് ആക്കുന്നത്. 1 മണിക്കൂർ നീ നിൻ്റെ പൊരൽ AC ഇട്ടിട്ട് ഫാൻ ഇട്ടിട്ട് ആറാമയിൽ ചോറും വെച്ച് വന്ന് ഞാനക്കൂടെ ഞാൻ ഫുഡ് വെച്ചിനാ ഇവിടെ എന്താക്കിക്കോണം നിന്ന് ചോദിച്ചാൽ വന്നിട്ട് പോയിട്ട് വരുമ്പോൾ ഞാൻ ബീജാൻ എന്നിട്ട് വന്നല്ലേ നീ നിന്നെന്നോട് ചോദിച്ചാ ഫുഡ് കഴിച്ചാൽ ഞാൻ ചോദിച്ചാൽ നിന്നോട് ഇപ്പം ഇത്ര നേരം വന്നിട്ട് ഫുഡ് കഴിച്ചാൽ ചോദിച്ചാൽ അറ്റ്ലീസ്റ്റ് തണ്ണി കുടിച്ചാൽ ചോദിച്ചാൽ നിൻ്റെ ഇല്ല. നിൻ്റെ കാര്യം നിനക്ക് ചോറ് വയ്ക്കണോ, നിനക്ക് ഉറങ്ങണോ, റെസ്റ്റ് എടുക്കണോ, നിൻ്റെ കാര്യത്തിൽ നീ ഫുള്ള് ഇൻട്രസ്റ്റ്. എൻ്റെ കാര്യത്തിനാകുമ്പോൾ നിങ്ങൾ ചോറ് വയ്ച്ചിനാ അത് കേൾക്കുന്നില്ല. നീ എന്ത് നോക്കുന്നെന്തെന്ന്? ഓക്കെ എനക്ക് അവൻ നല്ല ക്യാർ തരുന്നു. അവ ഇപ്പം കേട്ടോ അവൻ എന്തിൽ കേട്ട ചോറ് വയ്ച്ചാൽ അത് കേട്ടതിൻ്റെ അറിയോ? ആരും ആട്ടോ ഒരു പെണ്ണ് അവൾക്ക് എൻ്റെ പുരവടാറ് എന്തോ എന്നോട് ചോദിച്ചത് ഇപ്പോൾ നീ ചോറ് വയ്ച്ച് ഞാൻ ചോദിച്ചു. ഞാൻ വയ്ച്ചിനേ ഇല്ലേ കുറച്ച് നേരം മുണ്ടി. നീ ഇല്ലാത്തപ്പോൾ അവൻ എനിക്ക് ടൈം സ്പെൻഡ് ആക്കിയത് എൻ്റെ കൊത്ത. അപ്പോൾ അവളിൽ ഞാൻ മുണ്ടേ. അതൊരു പെണ്ണ് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് പേരൊന്നും എനിക്കറിയാല. പെണ്ണ് ഞാൻ പേരിലെടുത്ത് വെക്കണ്ട. എന്ത് നിനക്കെന്തിനാ നിന്നോട് പറഞ്ഞിട്ട് ആയിഷിൻ്റെ അടുത്തുണ്ട് ഇപ്പം വന്നത്. ഫോണും തരുന്നില്ല മിണ്ടായിരിക്കാം. ഇതിനാ ഞാൻ പിന്നെ വിളിക്കുന്ന അവ ചോറാക്കുന്ന അവൾക്ക് ഡൗട്ട് കിട്ടിനാ. ആ അവൾക്ക് ഡൗട്ട് കിട്ടീനി. ഇല്ല ഞാൻ ലവ് ആക്കുന്ന ഐ ലവ് യു ഓള് ടൈം പാസ് അതിപ്പോൾ ഞാൻ ഒഴിവാക്കാം. പേടിക്കണ്ട. അതെങ്ങനെ ഒഴിവാക്കാം? ഇന്ന് ബ്രേക്കപ്പ് ആക്കുന്ന ഒഴിവാക്കുന്നത്. ഈ ഒരു റീസെൻ്റ്ലി ഞാൻ ബ്രേക്കപ്പ് ആക്കുന്നു. ഇല്ല ഇപ്പം ഞാൻ ചോറ് വയ്ക്കുന്ന പോലെ ബണ്ണ് ഇതാക്കിയിട്ട് 1.5 മണിക്കൂർ പോലെ ബ്രേക്കപ്പ് ആക്കുന്ന ഒഴിവാക്കുന്നു. ഓക്കെ എന്ത് അഭിജാനക്ക് കഴിഞ്ഞില്ല ഞാൻ പോട്ടാ. ഫേഡപ്പായി ഇതൊരു പെണ്ണയച്ചു. നിന്റെ പ്രോമിസിൻ്റെ ഒരു പെണ്ണ് എനിക്ക് വിളിച്ചത്. എന്ത് പെണ്ണ് വിളിക്കും കാലേ? എനിക്ക് പെണ്ണ് വിളിക്കും കാലെന്നുണ്ടാ? നീ അറ്റ്ലീസ്റ്റ് എന്നെ ചോദിച്ചയച്ചു. നീ ചോറ് വെച്ചാൽ ചോദിച്ചയച്ചിൻ്റെ ഇത്ര നേരം വന്നിട്ട് ഇത്ര നേരം മുണ്ടി. ആ ഓക്കെ നിൻ്റെ മാരേജ് ആക്കുന്ന ഞാൻ പിന്നെ നോക്കുന്നുണ്ട്. നീ എന്നെ വിശ്വാസമില്ലേ? നീ എന്നെ നേരെ സ്നേഹിച്ചിനാ? എന്ത് സ്നേഹിച്ചിന്? അമ്പട്ട് സ്നേഹിച്ചിരുന്നു നീ എന്നാ? എപ്പോൾ നീ എന്നെ നേരെ സ്നേഹിച്ചിനാ? ഞാൻ ഊടൊക്കെ വന്നിട്ട് ഇത്ര നേരം ഇവിടെ ഇരുന്ന് അനക്ക് അവ വിളിച്ചിട്ട് എൻ്റെ എത്ര കെയർ ആക്കിയെന്ന് പറഞ്ഞാൽ നീ ചോറ് വെച്ചാൽ നീ തണ്ണിയും കുടിച്ചാൽ അവിടെ നീ അവിടെ ഇരിക്കുന്ന ഒറ്റയ്ക്ക് നീ അവിടെ ഹോട്ടലിൽ പോയിട്ട് ഫുഡാക്ക് നിനക്കുള്ള എമൗണ്ട് ഞാൻ ഇടുന്നില്ല ക്യാഷ് ഇല്ലേ എല്ലാം കേട്ട് നീ എന്തെങ്കിലും കേട്ടെൻ്റെ അല്ലേ? ഇതുവരെ നീ പുരക്ക് പോയി ഇത്ര നേരം നിന്നിട്ട് നീ എൻ്റെ എന്തെങ്കിലും കേട്ടാണ് ഐശോ? എല്ലാം എന്തെങ്കിലും കേട്ടാ? നീ പുരക്കോട്ട് നിൻ്റെ ഇഷ്ടം പോലെ ആക്കിയിട്ട് വന്നിട്ട് തീരെ വന്നിട്ട് അഭിജാണെന്ന് വിളിച്ച്. അതാ നിൻ്റെ സ്നേഹമോ? അതാ നിൻ്റെ ഇഷ്ടമോ? അവ ഇനിയിപ്പോൾ ലവ് ആക്കുന്നു വന്ന് ആ പെണ്ണ്. അതിനിപ്പോൾ ഞാൻ എന്താക്കുന്നത്? എന്നെ തലക്ക് വീണ്ടായില്ലേ നിന്നെ ചെല്ലിട്ട് എന്ത് കാര്യമുണ്ട്? നീ മീറ്റൊക്കെ നോക്കിയിട്ട് നോക്കുന്നുണ്ട്. മീറ്റൊക്കെ നിൻ്റെ ഇപ്പോൾ ഈ കണ്ണും തണ്ണി വന്ന് കരിഞ്ഞങ്ങ് ഞാൻ എന്ത് നിൻ്റെ സിമ്പതി തോന്നിട്ട് പറയാതിരിക്കുന്ന ചിന്ത. ഞാൻ ഉള്ളതുള്ള പോലെ പറയും. നീയൊക്കെ തെറ്റിയാണ്. നീ എന്നെ മാരേജ് ആക്കുന്ന പെണ്ണല്ലേ? നീയല്ലേ ഇവിടെ വന്ന് എനിക്ക് സപ്പോർട്ടാക്കി നിൽക്കേണ്ടത്. വേറെ ഏതെങ്കിലും പെണ്ണാണ് വന്ന് നിൽക്കുന്നത്? ഏത് ടൈമിൽ ഞാൻ ലവ് ആക്കി നിന്നെ? അത് ആ ലവ് ആക്കുന്ന ടൈമിൽ വേറെ ഒന്നും പണിയെടുത്തിട്ട് ഞാൻ ഏതെങ്കിലും ലെവലിൽ ഇട്ടിട്ട് എന്നെനിക്കെന്ത് ഇപ്പം മുണ്ടേനില്ലേ? 100 നാവുണ്ടല്ലോ ഫോണാക്കുമ്പോൾ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ഇത് ആ ഗ്രൗണ്ട് ഈ ആ ഗ്രൗണ്ട് എന്ന്. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ ഞാനിവിടെ
എനിക്കൊക്കെ സപ്പോർട്ടാക്കി നീ വന്നിട്ട് സ്വബൈക്കുണ്ട് ഞാൻ വ്ളോഗ് ആക്കുമ്പോൾ അത് വീഡിയോയിൽ നീ കാണാൻ വേണ്ട നീ എൻ്റെ ഒക്കെ ഇങ്ങനെ ഹാപ്പിയിലിരിക്കുന്നത് വ്ളോഗ് ആക്കുമ്പോൾ നല്ല ഹാപ്പിയിലിരിക്കുന്നല്ലേ എൻ്റെ എന്ത് കെയർ ആക്കുന്നില്ല തണ്ണിയും കുടിപ്പിക്കുന്നതെല്ലാം കുടിപ്പിക്കുന്നല്ലേ അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കുന്ന എന്തുകൊണ്ട് അങ്ങനെ ആക്കുന്ന എന്തുകൊണ്ട് അങ്ങനെ ആക്കുന്ന അനക്ക് നിന്നെ ബാൻഡായി ഇപ്പോൾ നിൻ്റെയൊക്കെ ഇഷ്ടം പോലെ ആക്കിയിട്ട് പോ നിനക്ക് നിൻ്റെ ലൈഫ് നിൻ്റെ ഇതാക്ക് പോ കഴിഞ്ഞിട്ട് പോ ഇവിടെ നിൽക്കുക ആ പോ ആ പോ ഇങ്ങ് പൈഞ്ഞു വാടക്കോ ഈല ബാണേ ഈല ബാ ചെല്ലക്കില്ല പിടി ഇല്ല കുറേ ആൾ നിന്നെ ബേജറാക്കുന്ന ഇങ്ങനെ കുറേ ആൾ ചെയ്യിക്കൊണ്ടേ ഐശ്വര്യ എനിക്ക് പ്രാങ്ക് ആക്കണോന്ന് കണ്ടില്ല ക്യാമറ ഉണ്ടാകും നോക്കല്ലേ കാണുന്നു അവിടെ ഇല്ലല്ലേ ഇതാ വല്ല കണ്ട ഇങ്ങ് വാ വല്ല കണ്ട അലിയടിയാ ഓക്കെ ഗായ്സ് അപ്പോൾ പ്രേക്ഷകർ പറഞ്ഞ പോലെ രണ്ടാമത്തെ തവണ ഞാൻ സക്സസ് ആയിട്ട് ആയുഷിനെ പ്രാങ്ക് ആക്കിയിട്ടുണ്ട് ആയുഷു നിനക്ക് എന്ന് തോന്നുന്നുണ്ട് നീ പ്രാങ്ക് ആയിട്ട് സക്സസ് ആയിട്ടില്ല അത് മീൻസ് എനിക്ക് പ്രാങ്ക് എനിക്ക് എത്ര മാത്രം ഫീൽ ആയിട്ടുണ്ട് അതിൽ എത്ര മാത്രം മീൻസ് എനിക്ക് അത്ര ബേജാറാകുന്നു നീ എങ്ങനത്തെ പ്രാങ്ക് ആക്കുന്നല്ലേ എനിക്ക് ബേജാറാക്കുന്നു അല്ല ഓളെ പ്രാങ്ക് ആക്കുന്ന വേറെ ഒരു കാര്യത്തിൽ പ്രാങ്ക് ആയിട്ട് കാര്യമില്ല എന്നിലും എന്താ റിയാക്ട് ആക്കല്ല ഓൺലി പെണ്ണിൻ്റെ കാര്യത്തിൽ മാത്രം റിയാക്ട് ആക്കും അത് റോങ് കോൾ അല്ലെങ്കിൽ ഓളെടുത്തിരിക്കുമ്പോൾ ഞാൻ വേറെ ഒരു പെണ്ണിൻ്റെ ടൈം സ്പെൻഡ് ആക്കുന്നത് മീൻസ് കോൾ അറ്റൻഡ് ആക്കിയിട്ട് മുണ്ടുന്നു അങ്ങനെയല്ല എങ്കിൽ പെട്ടെന്ന് റിയാക്ട് ആക്കും അല്ലാത്ത ഒന്നിലും റിയാക്ട് ആക്കല്ല അതെനിക്ക് 100% ഉറപ്പുണ്ട് കാരണം കഴിഞ്ഞ പ്രാങ്കിൽ നിങ്ങൾക്ക് അറിയുമല്ലേ ക്വസ്റ്റ്യൻ ആൻസറിലോ പ്രാങ്ക് ഇതാക്കി ഇല്ല റിയാക്ട് ആക്കിയിട്ടില്ല അതേപോലെ ഇതിലോ റിയാക്ട് ആക്കിയിട്ടുണ്ട് ഇൻഷാ അല്ലാ ഇനിയും ഇതുപോലത്തുള്ള പ്രാങ്ക് ഇനിയും ഞങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സൈനിങ് ഔട്ട് അബി സലീം ഇല്ല ഇഷ്യൂ ബേജാറ് ഓക്കെ എൻ്റെ ഒപ്പം ഐഷാബി ചിരിക്ക്